ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എക്സസൈസ് ചെയ്യണം, എന്നിട്ട് വെള്ളം കുടിക്കണം. നമ്മൾക്ക് വീഡിയോ പോയിക്കാലോ? വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, പോവാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ട എക്സസൈസുകളാണ് നമ്മൾ എക്സസൈസ്. അപ്പൊ ഞാൻ സ്പെൽ ചെയ്യും, അതിന്റെ സൗണ്ടുകൾ പറയും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കൈ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞ പോലെ ഒരെണ്ണം ക്ലോസ് ചെയ്ത് ഒരെണ്ണം നിവർത്തിയിടും. നമുക്ക് ഇന്ന് അങ്ങനെ ചെയ്യാം അല്ലേ? ചെയ്യാം. സിമ്പിൾ. അപ്പൊ നമുക്ക് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോണത് എങ്ങനെയാ പറയണേ? എക്സസൈസ്. ഓക്കെ, അപ്പൊ എ ഇത് കൈയെ ഓപ്പോസിറ്റ്. ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു R S T U V W X Y Z. അപ്പൊ ഇത്ര സൗണ്ടുകൾ നമ്മൾ വീട്ടിലത് കുട്ടികൾ കളിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ അമ്മമാര് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറെ സമയം മാറിയിരിക്കുക പഠിപ്പിക്കുക ഒന്നും ഞങ്ങൾ ചെയ്യാതെ ഞങ്ങൾ കളിയുടെ ഇടയിലാണ് അല്ലേ പഠിക്കാറ്? സിയുടെ ചേച്ചിയും കൂടിയാണ് ആ കളി കളിച്ച് പഠിക്കാറ്. അപ്പൊ അതേപോലെ നിങ്ങൾ വീട്ടിൽ ചേച്ചിയായിട്ടോ അനിയനായിട്ടോ ചേട്ടനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ അമ്മമാരായിട്ടോ കിച്ചണിലൊക്കെ നിൽക്കുന്ന ടൈമിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്കത് പറഞ്ഞ് പഠിക്കാനായിട്ട് പറ്റും അല്ലേ? എന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണത് കൈ നല്ലപോലെ റബ്ബ് ചെയ്യുക. പഠിക്കാനേക്കാളും മുന്നേ കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ് കൈ നല്ലപോലെ റബ്ബ് ചെയ്തതിന് ശേഷം കണ്ണിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു സെക്കൻഡ് വിടുന്നതാണ്. അപ്പൊ നല്ല പോലെ ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ കൈ നല്ലപോലെ ചൂടാവും. അതിങ്ങനെ കണ്ണിൽ വെച്ച് കൊടുക്കുക. അത് നല്ലതാണ്. പിന്നെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും അത് പറയാനായിട്ട് ശ്രമിക്കണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ണടച്ചിട്ട് നമ്മൾ പറയണം എ. അപ്പൊ ഒരു അമ്മ ഇപ്പൊ എ പറയുകയാണെങ്കിൽ കണ്ണടച്ചിട്ട് തന്നെ നമ്മൾ സൗണ്ട് പറയണം, ആ പറയണം. അങ്ങനെ സൗണ്ടുകൾ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറച്ച് വേർഡ്സ് ആണ്. അത് നമ്മൾ കഴിഞ്ഞാൽ ആ സൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണോ പഠിക്കണേ അതാണ് നിങ്ങളും അത് ഓർക്കണം. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദിയ പറയും, ഞാൻ ഇവൾക്ക് ചോദിക്കാട്ടോ ഉള്ളടുത്ത്. ബിബ് സ്പെൽ ചെയ്യൂ. BIB. യെസ്. ബെഗ്. ബെഗ്. ഓക്കെ, അപ്പൊ ബെഗിന്റെ സ്പെല്ലിംഗ് എങ്ങനെ വരും? BEG. വെരി ഗുഡ്. റിബ്. റിബ്. RIB. ബെഡ്. BEAD. ബെഡ്. സ്പെല്ലിംഗ് BED. ബെഡ്. ഇനി ബിഡ് എന്ന് പറയുമ്പോ എങ്ങനെ വരും? BID. ബിഡ്. ഡെൻ എന്ന് പറയുമ്പോ ഡെൻ. അപ്പൊ ഡെന്റെ സ്പെല്ലിംഗ് എങ്ങനെ വരിക? DEN. ഡെൻ. എന്താണ്? ഡിഡ് എങ്ങനെ പറയും? ഡിഡ്. അപ്പൊ ഡിഡിനെ എങ്ങനെ സ്പെൽ ചെയ്യും? D എന്ന് പറയുമ്പോ D, E എന്ന് പറയുമ്പോ I, D. ഡിഡ്. പിന്നെ എന്താണ്? ഹെൻ. എങ്ങനെ പറഞ്ഞേ? ഹെന്നിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ? ഹെൻ. ഹെന്നിന്റെ സ്പെല്ലിംഗ് അപ്പൊ എങ്ങനെ വരും? HEN. കിഡ്. കിഡ്. അപ്പൊ കിഡിനെ എങ്ങനെ സ്പെൽ ചെയ്യും? KID. ലിഡ്. ലിഡ്. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? LID. ലിഡ്. ബാഗ്. ബാഗ്. BAG. അതാണ് ബാഗിന്റെ സ്പെല്ലിങ്. പിന്നെ ഡിഗ്. ഡിഗ്. അപ്പൊ DIG. ഡിഗ്. അപ്പൊ അങ്ങനെ കുറെ സ്പെല്ലിങ്ങുകൾ ഉണ്ട് നമ്മുടെ കയ്യിലുള്ള. നമുക്ക് കുറെ നമ്മൾ കണ്ടതും പിന്നെ അങ്ങനെ കുറെ നമ്മൾ കാണാതെ പഠിച്ചതായിട്ട് കുറെ സ്പെല്ലിങ്ങുകൾ ഉണ്ട്. അത് സൗണ്ടോട് കൂടി പഠിക്കുകയാണെങ്കിൽ എന്താണ്? ഈസിയാണ്. ഈസി. അപ്പൊ CM അപ്പൊ പഠിച്ചു തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. കുറെ ഈ ആൽഫബറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് CM പഠിച്ചത്.
അപ്പൊ സിയുടെ ചേച്ചിയൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അത് പഠിച്ച ഈ ഒരു മെത്തേഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഈസി ആയിട്ട് ഇംഗ്ലീഷ് വായിക്കും. എന്താണ് നമ്മള് ടിവിയിൽ പഠിക്കണം. ടിവിയില് യൂട്യൂബിലൊക്കെ ഉണ്ടാവും, അതിൽ സൗണ്ടുകൾ കേട്ട് പഠിക്കുക. ഞങ്ങളുടെ തന്നെ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക. ഇപ്പൊ കണ്ടോണ്ടിരിക്കണം എന്നൊന്നുമില്ല, കേട്ട് പഠിച്ചാലും മതി. ഞങ്ങളിപ്പോ എപ്പോഴും കേട്ടിരിക്കാൻ സമയം ഉണ്ടാവില്ലെങ്കിൽ ഞങ്ങളത് വെച്ചിട്ട് ആ സൗണ്ട് കേൾക്കാണ് ചെയ്യാം. ബിൻ ബിൻ എങ്ങനെ പറയും? ബിൻ ബി ബ ഇ ബിൻ. അപ്പൊ എങ്ങനെ ബിന്റെ സ്പെല്ലിംഗ് എങ്ങനെ പറയും? വെരി ഗുഡ്. അപ്പൊ ഇതേപോലെ പഠിക്കാനാണ് ഞങ്ങളിപ്പോ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അപ്പൊ ഇതിന് തുടർന്നുള്ള വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള